Hello guys, welcome to Island IA Signet Foundation Daily Newspaper Analysis. Myself Anashira Shaiju. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 18 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് ദ ഹിന്ദു അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഈ രണ്ട് ന്യൂസ് പേപ്പറിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഹിന്ദുവിൽ കുറച്ച് ന്യൂസസ് ആയിരിക്കും, ദെൻ ഇന്ത്യൻ എക്സ്പ്രസിലും ന്യൂസസ് കുറവോ കൂടുതലോ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത് പറയുന്നത് വീണ്ടും പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അഡ്മിഷൻസ് ഒക്കെ ഓൺ ഗോയിങ് ആണ്. ദെൻ അപ്പോൾ ആ കുട്ടികൾ കൂടി ഉണ്ട്, അപ്പോൾ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ രണ്ട് ന്യൂസ് പേപ്പേഴ്സ് ആണ് നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 30 മിനിറ്റ്സിന്റെ ഒരു സെക്ഷൻ ആണ് ഈ രണ്ട് ന്യൂസ് പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് എന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻഡ് ആണ് അബൌട്ട് നമ്മുടെ ആർമി റഡാർസിനെ അപ്ഗ്രേഡിങ്ങിനെ കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ട്, അതാണ് നോക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഹിന്ദുവിലെ ഒരു എഡിറ്റോറിയൽ ആണ് അബൌട്ട് നമ്മുടെ ഗാസ പലസ്തീൻ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ഉണ്ട്. അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ സാരനാഥിനെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിലോട്ട് മാറ്റാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് സാരനാഥിനെ കുറിച്ചൊരു എക്സ്പ്ലെയിൻ ഉണ്ട്. ദെൻ നമ്മുടെ ഇന്ത്യയുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഫ്രം നമ്മുടെ പവർ പ്ലാന്റ്സ് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് എന്താ നോക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ന്യൂ ജിയോ തെർമൽ പോളിസി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇന്നലെ നടന്നിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റഡാർ സിസ്റ്റത്തിന്റെ അപ്ഗ്രേഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ GS3 സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ, അതിനകത്ത് ഡിഫൻസ് സെക്ഷനിലാണ് നമ്മൾ ഈ പറയുന്ന റഡാർസ് അതുപോലെ തന്നെ UAVs നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് കാലമായിട്ട് ഒരു 4 months മുമ്പ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നിരുന്നു. ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ കേട്ടിരുന്ന കുറച്ച് പേരുകളായിരുന്നു എയർ ഡിഫൻസ് സിസ്റ്റം, റഡാറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ന്യൂസ് പറഞ്ഞ സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഓപ്പറേഷൻ സുദർശൻ ചക്ര അതൊക്കെ ഇനോഗ്രേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ടൈമിൽ നമ്മൾ കണ്ടതാണ് നമുക്ക് ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റഡാറുകളും എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് റഡാറുകൾ, അതിന്റെ കാറ്റഗറീസ് ഏതൊക്കെയാ, ഏതൊക്കെ ടൈപ്പ് ആണ്, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ എയർ ഡിഫൻസിനെ സഹായിക്കുന്നത്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ വരുന്ന റഡാർസുകൾ ഏതൊക്കെയാന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ റഡാർസ് എന്ന് പറയുന്നത് എയർ ഡിഫൻസ് റഡാർസ്, എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാർ ഡ്രോണുകൾ, അതുപോലെ തന്നെ നമ്മുടെ ആർമിക്ക് മൊത്തത്തിൽ ഒരു 45 ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാർസ് ഉണ്ട്. അതുപോലെ തന്നെ 48 എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാറുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഡോൺ ഡിറ്റക്ടേഴ്സും 10 ലോ ലെവൽ വെയിറ്റ് റഡാർസും ആണ് ഉള്ളത്. അപ്പോൾ എയർ ഡിറ്റക്ഷൻ റഡാർസ് എന്തിനാണ്? അത് നമ്മുടെ എയറിൽ വരുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും, ഈവൻ ചെറിയ UAVസോ ഡ്രോണുകളോ അങ്ങനെയുള്ള അത് വരുന്ന ഒരു ജെറ്റ് എനിമി ജെറ്റ് എൻജിൻസ് ആയാലും അങ്ങനത്തെ ഡ്രോൺസുകളായാലും ഈവൻ പൈലറ്റും അൺപൈലറ്റഡും ആയിട്ടുള്ള എയറോപ്ലെയിൻസ് പോലും ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ട്രാക്ക് ചെയ്യാനും അതിനെ എങ്ങനെയാണ് നശിപ്പിച്ച് കളയാനും കൂടി പറ്റുന്ന ആ ഒരു സിസ്റ്റമാണ് റഡാർസ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പാകിസ്ഥാൻ ഡ്രോണുകളൊക്കെ റഡാർസ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞെന്നൊക്കെ നമ്മൾ വീഡിയോസിലൂടെ കണ്ടതൊക്കെ കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് റഡാർസ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. റഡാർസ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് സിസ്റ്റം എന്നാണ് നമ്മൾ റഡാർസ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഇലക്ട്രോണിക് സിസ്റ്റം ആണ്. നമ്മുടെ റേഡിയോ വേവ്സ് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മനസ്സിലാക്കുന്നത്, അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയോ വേവ്സ് വെച്ചിട്ടാണ്
അതിന്റെ ഫ്രീക്വൻസിയും കാര്യങ്ങൾ വെച്ചിട്ടാണ്, അതിന്റെ ഡിസ്റ്റൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ റേഞ്ച് എന്തോരമാണ്, അതിന്റെ ഫ്രീക്വൻസി എന്തോരമാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് റേഡിയോ വേവ്സ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് സിസ്റ്റം അഥവാ റഡാർ എന്ന് പറയുന്നത്. The specialized electronic system that uses radio waves to detect the direction, distance and velocity of target objects. AD radars are used by the military to search, detect, identify and help to destroy enemy aerial threats. അതുപോലെ തന്നെ നമ്മുടെ റഡാർസിന് രണ്ട് സിസ്റ്റം ആണുള്ളത്. ഒന്ന് ഈ കാണുന്ന നമ്മുടെ ബേസ് സിസ്റ്റം, അതുപോലെ തന്നെ മറ്റൊന്ന് ഈ ബേസ് കമ്പോണന്റിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നു. അതായത് നമ്മുടെ റേഡിയോ സിഗ്നൽസ് സെൻഡ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് രണ്ടാമത് വരുന്നത് ഒരു റിസീവറും ഉണ്ടാവും. ട്രാൻസ്മിറ്റർ ഈ റേഡിയോ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന അതും, ദെൻ അത് ഡിറ്റക്ട് ചെയ്യുന്ന ആ ഒരു ഡിറ്റക്ടറും റിസീവർ എൻഡിലും ഉണ്ടാവുന്ന രണ്ട് കോമ്പോണന്റ്സ് ആണ് എന്താണ് റഡാർസിൽ വരുന്നത്. ദെൻ റഡാർസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തത് ഒരു 1930s അതുപോലെ തന്നെ 1940s ടൈമിലാണ് റഡാർസ് ഡെവലപ്പ് ചെയ്തത്. മെയിൻലി ഫോർ ആർമി പർപ്പസ്, മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ് റഡാർസ് അന്നൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതായത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് റഡാർസിന്റെ കാര്യങ്ങളായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന ഇംപ്രൂവ്മെന്റ്സ് ആണ് ത്രെറ്റുകളെ കണ്ടുപിടിക്കാനും അതിനെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവുള്ള റഡാർസുകളൊക്കെ വരുന്നത് ഭാവിയിൽ വന്ന കാര്യങ്ങളാണ്. അതിന് ശേഷം വന്നതാണ്. ദെൻ നമ്മൾ റഡാർസിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അതായത് ഒന്ന് സർവൈവൽ റഡാർസ്, മറ്റൊന്ന് ഫയർ കൺട്രോൾ റഡാർസ് എന്ന് പറയുന്നത്. അതായത് സർവൈലൻസ് റഡാർ എന്ന് പറഞ്ഞാൽ അതിന്റെ സെയിം നെയിമിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ. എന്തിനാണ്? സർവൈലൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതെന്തൊക്കെ ചെയ്യുന്നത്? സ്കാൻ എയർ സ്പേസ് നോട്ട് അറ്റാച്ച്ഡ് ടു എനി വെപ്പൺ സിസ്റ്റം. എയർ സ്പേസിനെ സ്കാൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ എയറോപ്ലെയിൻസും ഒക്കെ പോകുന്നതിനും ഒക്കെ ഉപയോഗിക്കാവുന്ന സർവൈലൻസ് സിസ്റ്റമാണ് സർവൈലൻസ് റഡാർസ് എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു വെപ്പൺ സിസ്റ്റം ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതല്ല. വെപ്പൺ സിസ്റ്റം അറ്റാച്ച് ചെയ്ത് വരുന്ന സർവൈലൻസ് റഡാർസ് വെപ്പൺ സിസ്റ്റം ആയിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന റഡാർസ് ആണ് നമ്മുടെ ഫയർ കൺട്രോൾ റഡാർസ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ കൺട്രോൾ ആൻഡ് ടാർഗറ്റിംഗ് വെപ്പൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഫയർ കൺട്രോൾ റഡാർസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സർവൈലൻസ് റഡാർസ് ഒരിക്കലും ഒരു ആന്റി മിസൈൽ അല്ലെങ്കിൽ ആന്റി എയർക്രാഫ്റ്റ് വെപ്പൺസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ല. ദെൻ ഇപ്പൊ നമ്മുടെ കറന്റ്ലി ഉള്ള റഡാർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ IAF ഇന്ത്യൻ എയർഫോഴ്സ് എന്റെ കയ്യിലുള്ളത് മെയിൻലി എന്താണ്? ഹൈ ആൻഡ് മീഡിയം പവർ റഡാർസുകളാണ്. അതായത് കുറെ ഡിസ്റ്റൻസ്, സെവറൽ ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് വരെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഹൈ റേഞ്ചും അതുപോലെ തന്നെ മീഡിയം പവേർഡ് ആയിട്ടുള്ള റഡാറുകളാണ് നമ്മുടെ IAFന്റെ കൺട്രോളിലുള്ളത്. അതിന്റെ ഇത് യൂസ് ചെയ്യുന്നത് ടാക്കിൾ ലാർജർ ത്രെഡ്സ്, അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകൾ, എനിമി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, അതുപോലെ തന്നെ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് റേഞ്ചിലായിട്ടുള്ള റഡാർസ് ഉപയോഗിക്കുന്നത്. ദെൻ നമുക്ക് എന്താണ്? ലോ റേഞ്ചിൽ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റഡാർസ് ഉണ്ട്. അത് എയർഫോഴ്സിൻ്റെതും അതുപോലെ തന്നെ ആർമിയുടെ കയ്യിലും ഈ കാര്യങ്ങളുണ്ട്. ഇതെന്തിനാണ്? ലോവർ റേഞ്ചിലായിട്ടുള്ള ഏരിയൽ ഒബ്ജക്ട്സിനെ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ലോവർ ആറ്റിറ്റ്യൂഡിൽ ഫ്ലൈ ചെയ്യുന്ന ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ദെൻ ഫയർ കൺട്രോൾ റഡാർസിന് എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അതായത് പല റേഞ്ചിലുണ്ട്. 3D ഡയമെൻഷനിൽ ഡിറ്റക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ആർമിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു റഡാർ ആണ് നമ്മുടെ രാജ്യാന്തര റഡാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3D സെൻട്രൽ അക്വിസിഷൻ റഡാർ എന്ന് പറയുന്നതൊക്കെയാണ് നമ്മുടെ റഡാർ സിസ്റ്റംസ്, നമ്മുടെ ആർമി ഉപയോഗിക്കുന്ന റഡാർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിജീനിയസ്ലി അപ്ഗ്രേഡഡ് സൂപ്പർ ഫ്ലൻഡ്രമസ് എന്ന് പറയുന്ന റഡാറും AD ടാക്ടിക്കൽ കൺട്രോൾ റഡാറും നമ്മുടെ കയ്യിൽ ഉണ്ട്. ദെൻ നമ്മൾ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന റഡാർസിന് അപ്ഗ്രേഡേഷൻ ആവശ്യമാണ് എന്ന് പറയുന്നത്? കാരണം നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം എത്രത്തോളം അപ്ഗ്രേഡ് ആയിരിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്ക് S-400 പോലുള്ള സിസ്റ്റത്തിന്റെ ഒപ്പം നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം കൂടി സ്ട്രോങ് ആയി നിന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയതും നമുക്ക് നല്ല രീതിയിൽ പാകിസ്ഥാനെ എതിർക്കാനായിട്ട് പറ്റിയതും. സോ നമുക്ക് നല്ലൊരു റഡാർ സിസ്റ്റം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ അതിന്റെ അപ്ഗ്രേഡേഷൻ ചെയ്യുക എന്ന് പറയുന്നതും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്.
ദെൻ അതിന്റെ നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊള്ള LLR, നമ്മുടെ ലോ ഡിറ്റക്ഷൻ റഡാർസും അതുപോലെ തന്നെ ഫയർ കൺട്രോൾ റഡാർസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന റഡാർസിൽ ഏതാണ് എനിമി റഡാർസ് അല്ലെങ്കിൽ എനിമി സിഗ്നൽസ് ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ലി നേഷന്റെ മേ ബി അവരുടെ സിസ്റ്റംസ് ഒക്കെ വരാമല്ലോ, അപ്പൊ അത് ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് അറിയില്ല. അപ്പൊ അത് കൃത്യമായിട്ട് രണ്ടും തിരിച്ചറിയാവുന്ന രീതിയിലുള്ള റഡാർ സിസ്റ്റം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ new radars being procured will be capable of scanning airspace, detecting, tracking, target and prioritizing them based on threat വരുന്നതിന് മുമ്പ് ഡിറ്റക്ട് ചെയ്യാനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ ഒക്കെ ഉള്ള കാര്യം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറെ മീറ്റർ കിലോമീറ്റേഴ്സ് എബോവ് തന്നെ നമുക്ക് അതിനെ നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ട് പറ്റും. സോ അങ്ങനെയുള്ളവർ നമുക്ക് എന്താ ആവശ്യമാണ്. ദെൻ നമ്മുടെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നിന്ന് മെയിൻലി കമ്പയറൈസ് ചെയ്യുന്നത് എന്താണ്, എയർ ഡിഫൻസ് ഗണ്ണുകളുണ്ട്, അതുപോലെ തന്നെ സർഫസ് ടു എയർ മിസൈൽസ് ഉണ്ട്, അതായത് നമ്മുടെ റഷ്യൻ S-400, അതുപോലെ തന്നെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആകാശ് മിസൈൽ സിസ്റ്റം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ ആർമിയുടെ കയ്യിൽ ആകാശീർ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഇത് ഫോർ കോമൺ റിയൽ ടൈം എയർ പിക്ചർ ടു കൺട്രോൾ റൂം റഡാർസ് ആൻഡ് AD ഗൺസ് എനേബിളിംഗ് കോർഡിനേറ്റർ AD ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ IAFന്റെ കയ്യിൽ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, വിച്ച് ഈസ് ആൻ ഓട്ടോമേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ കുറച്ച് റഡാർ സിസ്റ്റംസ് ആണുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദെൻ നമ്മുടെ മിഷൻ എന്താണ്, സുദർശൻ ചക്ര. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റഡാർ സിസ്റ്റം ആയിട്ട് നോക്കാനായിട്ടുള്ളത്. മിഷൻ സുദർശന ചക്രനൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നത്തെ ന്യൂസിൽ കവർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ദെൻ നെക്സ്റ്റ് ന്യൂസ് വരുന്നത് ഒരു എഡിറ്റോറിയൽ ആണ്. എഡിറ്റോറിയൽ എല്ലാ ദിവസവും വരുന്ന ഒരു ന്യൂസ് ആണ്. എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എഡിറ്റർ എന്തെങ്കിലും ഒരു ഇഷ്യൂസിനെ കുറിച്ച് അയാളുടെ ഒപ്പീനിയൻ പറയുന്ന ഒരു കാര്യമാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുന്നത് നമ്മുടെ ഒബിയസ്ലി പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഗാസയിലെ ജനോസൈഡിനെ കുറിച്ച് ആ ഒരു എഡിറ്റർ പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ IRA ഇന്റർനാഷണൽ റിലേഷൻസിലെ പോർഷൻസിലാണ്, GS2 പേപ്പറിലാണ് ഈ ഒരു പോർഷൻ നമുക്ക് വരുന്നത്. നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഇസ്രയേൽ ഗാസയില് പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ UN കമ്മീഷൻ ഒരു എൻക്വയറി വെച്ചു. ആ ഒരു എൻക്വയറിയിൽ ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഇസ്രയേൽ അവിടെ ഒരു ജിനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് വന്നത്. അതുപോലെ തന്നെ അതിനകത്ത് എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ജിനോസൈഡ് നടത്തി എന്ന് പറയാനായിട്ട് എന്താണ്, അവിടെ റീസണബിൾ ഗ്രൗണ്ട്സ് ഉണ്ട്. അതായത് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് ജിനോസൈഡ് നടന്നു എന്നുള്ളതിന് പറയാനായിട്ടുള്ള 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ടു കൺക്ലൂഡ് ദാറ്റ് 4 ഓഫ് ദ 5 ജിനോസൈഡൽ ആക്ട്, 5 കാര്യങ്ങളാണ്, അതിനകത്ത് 4ഉം ഇവിടെ വന്നിട്ടുണ്ട്. 1, കില്ലിംഗ് മെമ്പേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി, സീരിയസ് ബോഡ്ലി ആൻഡ് മെന്റൽ ഹറാം, actions aimed at destroying the group and the preventing birth have been carried out since the war began following Hamas October 7, 2023 attack. 2023 ഒക്ടോബർ 7 പറയുന്ന അറ്റാക്ക് മുതൽ ഇപ്പോ 2024 ഈ ഒരു ടൈം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4 കാര്യങ്ങൾ നടന്നു. ആളുകളെ കൊന്നൊടുക്കുകയും അതുപോലെ തന്നെ അവരെ മെന്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പായിട്ട് തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, അവിടെ ഒരു ബർത്ത് നടക്കുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ എന്താണ്, ഒരു തലമുറ തന്നെയാണ് ഇവിടെ നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഗാസയിൽ നടക്കുന്നത് എന്താണ്, ഒരു ജനോസൈഡ് ആണെന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഇസ്രായേൽ വിച്ച് ഡിനൈസ് അലിഗേഷൻ ഓഫ് ജനോസൈഡ് ആൻഡ് വാർ ക്രൈം ഹാസ് കിൽഡ് അറ്റ്ലീസ്റ്റ് 65,000 പലസ്തീൻ ഇൻ ഗാസ ഇൻ 23 months. 23 മാസം കൊണ്ടാണ് ഇത്രയും ആളുകൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദെൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ പോലെയുള്ള ഒരു നേഷൻ, അതായത് ഷോഹാഡ നേഷൻ എന്ന് പറയുന്ന ആ ഒരു നേഷൻ ഒരു ജിനോസൈഡ് നടത്തി എന്ന് പറയുന്നത് എന്താണ്, അത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതൊരു ഐറണിയാണ്. അത് കാരണം അവരുടെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ അതൊരു ഐറണി ആയിട്ടാണ് ഈ ഒരു ഓദറിന് തോന്നുന്നത്.
അതുപോലെ തന്നെ UN കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഗാസ സിറ്റിനെ അത്രയും രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളെ കൊല്ലുന്നത് വളരെയധികം മനുഷ്യത്വ ഹാനമായിട്ടുള്ള രീതിയിലാണ് എന്നാണ്. ദെൻ ഈ പറയുന്ന കാര്യങ്ങൾ വാർ ചെയ്യുന്നത് മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടിയിട്ടാണ്, പൊളിറ്റിക്കൽ സർവൈവിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ക്രൂരമായ രീതിയിൽ ആളുകളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഒരു ജനോസൈഡ് തുടർന്നുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ടാണ്. ദെൻ അതുപോലെ തന്നെ ഫ്രാൻസ്, UK അതുപോലുള്ള കുറെ കൺട്രീസ് പലസ്തീനിന്റെ സോവറിനിറ്റിനെ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പലസ്തീൻ ഒരു സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ പലസ്തീൻ സപ്പോർട്ട് ചെയ്ത് യൂറോപ്യൻ യൂണിയൻ കുറച്ച് സാങ്ഷൻസ് ഒക്കെ നടത്തിയിട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ ട്രംപിനും ചില അഴിവ് കാര്യങ്ങളൊക്കെ വന്നിട്ടും ഒക്കെ ഉണ്ട്. ദെൻ ആ ഒരു ടൈമിൽ ഇവിടെ ഇന്ത്യ ഗാസനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഇവിടെ എഡിറ്റർ പറഞ്ഞു വരുന്നത്. ഇറ്റ് ഷുഡ് റിയലൈസ് ദാറ്റ് an uncontrollable expansionist Israel blowing international law to smithereens is not in an India's nation or regional interest. New Delhi should speak up against the genocide and use its leverage to help bring the war an end. ഇന്ത്യയുടെ ഈ പറയുന്ന പവർ ഉപയോഗിച്ചിട്ട് ഈ ഒരു വാറിനെ എൻഡ് ചെയ്യാനായിട്ട് നിൽക്കണം. ജനോസൈഡിന് എതിരെ ഇന്ത്യ പറയേണ്ടതാണ് എന്നാണ് ഈ ഒരു എഡിറ്റോറിയലിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു എഡിറ്റോറിയൽ വന്നത് നമ്മുടെ വഖഫ് ലോനെ കുറിച്ചുള്ളതായിരുന്നു. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാത്തത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നത് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ളൊരു എക്സ്പ്ലെയിൻ ആണ് അബൌട്ട് നമ്മുടെ സാരനാഥിനെ കുറിച്ച്. ഇത് നമ്മുടെ GS പേപ്പർ 1 ആൻഷ്യൻ ഹിസ്റ്ററി ഭാഗത്ത് വരുന്നതാണ്. യുനെസ്കോന്റെ ഹെറിറ്റേജ് ലിസ്റ്റ് എന്ന് പറയുന്നത് UPSCക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുകൾ നമ്മൾ നോക്കുന്നത് എപ്പോഴും യുനെസ്കോ അംഗീകരിച്ച് ലിസ്റ്റിൽ വന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ UPSCക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ അതിനെ നമ്മൾ സാധ്യതാ പട്ടികയിൽ ടെന്റേറ്റീവ് ലിസ്റ്റിൽ ഇടുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കമന്റിൽ വന്നിരുന്നു വർക്കല പോലെയുള്ള സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ അതൊക്കെ ടെന്റേറ്റീവ് ലിസ്റ്റിൽ വരുന്നതാണ്. ടെന്റേറ്റീവ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ മേ ബി കുറെ വർഷങ്ങൾ അതിനകത്ത് കിടക്കും. അത് നമുക്ക് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിലായിട്ടില്ല. യുനെസ്കോ അത് കഴിഞ്ഞ് ടെന്റേറ്റീവ് ലിസ്റ്റിൽ നിന്ന് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആവണം എന്നുണ്ടെങ്കിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ ഒരു പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് യുനെസ്കോ ലിസ്റ്റിൽ വരുന്നത്. ആ യുനെസ്കോ ലിസ്റ്റിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ സാരനാഥ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ GS1 ആൻഷ്യൻ ഹിസ്റ്ററിയിലെ ബുദ്ധിസം, ജൈനിസം ആ പറയുന്ന സമയത്തും അതുപോലെ തന്നെ അശോക എംപയറിന്റെ കാര്യത്തിന്റെ സമയത്തും നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് സാരനാഥ്, അതുപോലെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോ ഈ സാരനാഥിനെ യുനെസ്കോ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ യുനെസ്കോ ടീം അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു ന്യൂസ് വന്ന സമയത്താണ് ഇങ്ങനൊരു എക്സ്പ്ലെയിൻ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സാരനാഥിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. സാരനാഥ് എന്ന് പറയുന്നത് ഇന്ത്യ ഒഫീഷ്യലി നോമിനേറ്റഡ് സാരനാഥ് ഫോർ ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഫോർ 2025-26 സൈക്കിൾ, എ മൂവ് ദാറ്റ് കുഡ് എൻഡ് ഇൻ 27 ഇയർ. അതായത് പറഞ്ഞില്ലേ ടെന്റേറ്റീവ് ലിസ്റ്റിൽ വന്നിട്ട് 27 വർഷമായി യുനെസ്കോ എന്ന് പറയുന്ന ഈ സാരനാഥ് എന്ന് പറയുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ അതിനെ നോട്ടിഫൈ ചെയ്ത് ഇപ്പൊ യുനെസ്കോ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ആളുകൾ അതിനെ കുറിച്ച് നോക്കാനായിട്ട് വരുന്നത്. ദെൻ നമ്മുടെ സാരനാഥ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ ബുദ്ധയുടെ കാലത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ബുദ്ധയുടെ ലൈഫ് പറയുന്ന സമയത്ത് 4 സ്ഥലങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്ത് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ബർത്ത് നടന്ന സ്ഥലം, അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് കിട്ടിയ സ്ഥലം, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെർമൺ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡെത്ത്. അങ്ങനെ 4 പ്ലേസസ് ആണ് നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുന്നത്. അത് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. നമ്മുടെ ചിത്ര മാം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അപ്പൊ ആ ഒരു ഇതിനകത്ത് ഫസ്റ്റ് സെർമോൺ നടന്നിട്ടുള്ള പ്ലേസ് ആണ് സാരനാഥ് എന്ന് പറയുന്നത്. ബുദ്ധയുടെ ഫസ്റ്റ് സെർമൺ നടന്നിട്ടുള്ള പ്ലേസ് ആണ് സാരനാഥ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സംഘ അവിടെ നടന്നിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിൽ പറയുന്നത്. ഈ ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ ഈ ഒരു സാരനാഥ് എന്ന് പറയുന്ന സ്ഥലത്തിനെ
മൃഗധവ ഓർ ഋഷിപട്ടണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ ഈ പ്ലേസിനെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം ഫേമസ് ആവുന്നത് നമ്മുടെ അശോകയുടെ ടൈമിലാണ്. അദ്ദേഹം അവിടെ സ്തൂപ ഒക്കെ പണിയുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യയുടെ എംബ്ലം, സാരനാഥിൽ നിന്ന് എടുത്ത എംബ്ലം ആണ് നമ്മുടെ ആ ഒരു ഫ്ലാഗിന്റെ നടുക്കുള്ള ആ ഒരു ഇതൊക്കെ വരുന്നതും, നമ്മുടെ ആ ഒരു ചക്രം വരുന്നത്, അതുപോലെ തന്നെ ആ ഒരു എംബ്ലം ഉണ്ടല്ലോ, ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള എംബ്ലം വരുന്നത് സാരനാഥിലെ സ്തൂപാന്ന് കിട്ടുന്നതൊക്കെയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ പ്ലേസ് എന്താണ് ഫേമസ് ആവുന്നത്. ദെൻ നമ്മുടെ എക്സ്കവേഷൻസിൽ നിന്നും കിട്ടുന്ന എവിഡൻസ് വെച്ചിട്ട് പ്രീ അശോകൻ ആക്ടിവിറ്റീസും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അശോകനാണ് സാരനാഥ് ടൈമിൽ എന്താണ് മൊണാസ്ട്രീസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത്. ദെൻ അവിടെ വേറൊരു സ്തൂപനെ കുറിച്ചും പറയുന്നുണ്ട്, ദമേക് സ്തൂപ എന്ന് പറയുന്നതും. ഇതൊക്കെ അശോകന്റെ ടൈമിൽ ബിൽഡ് ചെയ്ത് വരുന്നതാണ്. മൊണാസ്ട്രീസ് ബിൽഡ് ചെയ്തു, ബുദ്ധിസ്റ്റ് സയൻസിനും അവർക്കും മോങ്സിനൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള മൊണാസ്ട്രി, അവിടെ പ്രെയർ ഹാളുകളൊക്കെ ബിൽഡ് ചെയ്തിരുന്നു. അതൊക്കെ അശോകന്റെ കാലത്താണ്. ദെൻ സാരനാഥ് അശോകന്റെ കാലത്ത് മാത്രമല്ല, കുഷാണാസ് അതുപോലെ തന്നെ ഗുപ്താസ് അവരുടെ കാലഘട്ടത്തും ഫേമസ് ആണ്. അവിടെ ആ സമയത്ത് ബിൽഡിങ്ങുകളും കാര്യങ്ങളും സ്ട്രക്ചേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതെങ്ങനെ നശിച്ചു അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ട്രക്ഷൻസിനെ കുറിച്ച് വരുന്നത് ടൈം വരുന്നത് 1193 നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്, മുഹമ്മദ് ഗോരിയുടെ കമാൻഡർ ആയിരുന്ന ഖുത്ബുദ്ദീൻ ഐബക് വാരണാസി പോലെയുള്ള സ്ഥലങ്ങളിൽ കോൺകോർ ചെയ്യാനായിട്ട് വന്നു. ടെമ്പിൾസ് ഒക്കെ നശിപ്പിക്കാനും അവിടുത്തെ വെൽത്ത് അക്വയർ ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പൊ വാരണാസിയുടെ ഒരു അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് സാരനാഥ്. അപ്പൊ അങ്ങനെ പോകുന്നപ്പോ ആ ഒരു സ്ഥലവും ഡിസ്ട്രോയ് ചെയ്ത് അവിടെ നിന്നും ലൂട്ട് ചെയ്ത് പോയിട്ടുണ്ടാവാം എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അങ്ങനെയാണ് സാരനാഥിന് ഒരു നാശം സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ദെൻ നമ്മുടെ ബ്രിട്ടീഷ് സയന്റിസ്റ്റ്, എക്സ്കവേഷൻസ് ആർക്കിയോളജിസ്റ്റുകളാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്ന് അറിയാലോ. അപ്പോൾ അവര് ആണ് ഇതിനെ റീഡിസ്കവറി ചെയ്യുന്നത്. ഫസ്റ്റ് ഡിസ്കവറി ചെയ്യുന്നത് ജഗത് സിംഗിന്റെ വർക്കേഴ്സ് ആണ്. ദിവാൻ ഓഫ് രാജ ചെയ്ത് സിംഗ് ആണ് ജഗത് സിംഗ് എന്ന് പറയുന്നത്. അവരാണ് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുന്നതൊക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലക്സാണ്ടർ കണ്ണിങ് ഹാങ്മിന്റെ ടൈമിലാണ് പ്രോപ്പർ ആയിട്ട് ഇതിനെ കുറിച്ചൊരു വിവരങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ദെൻ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്തതിന് ശേഷം വരുന്ന ന്യൂസസിലാണ് നമ്മളത് ആഡ് ചെയ്തു എന്നുള്ളതും അത് ഏത് ഇയർ ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഇതും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഫസ്റ്റ് പേജിൽ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾ ആണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറഞ്ഞു എന്നുള്ള ഒരു ന്യൂസ് ആണ്. അത് പവർ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഉണ്ടല്ലോ, അതിനകത്താണ് ഡിപ്പ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഒരു ഫസ്റ്റ് ഹാഫ് ആണ് നോക്കിയിരുന്നത്, ജനുവരി ടു ജൂൺ വരെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഫ്രം പവർ പ്ലാന്റ്. അതിൽ എന്താണ് കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു നമുക്കൊരു സമാധാനിക്കാവുന്ന ഒരു ന്യൂസ് ആണ്. നമ്മുടെ GS3 പേപ്പറിലെ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിലാണ് നമുക്ക് ഈ ഒരു പോർഷൻസ് വരുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഒരു ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കുറഞ്ഞിരുന്നത് എപ്പോഴായിരുന്നു? കോവിഡ് ടൈമിലാണ് ഒരു കുറച്ചിലുണ്ടായിരുന്നത്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഡിപ്പ് വരുന്നത് ഈ ഒരു ടൈമിലാണ്. ഈ ഒരു പവർ പ്ലാന്റ് എന്ന് വരുന്ന എമിഷൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്താണ് 40% ഓഫ് ആനുവൽ എമിഷൻസ് ഫ്രം പവർ പ്ലാന്റ്സ് ആണ്. അപ്പൊ അതിൽ നിന്നാണ് ഈ പറയുന്ന ഒരു എമിഷൻ ഡിപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് നമ്മുടെ ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ ഉപയോഗങ്ങളാണ്. അപ്പൊ ഇലക്ട്രോണിക് വെഹിക്കിൾസ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ പോളിസീസിന്റെ ഒക്കെ കാര്യമാണ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങളാണെന്ന് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നോൺ ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് ഉള്ള ഇലക്ട്രിക്കൽ ഉപയോഗം, അതായത് റിന്യൂവബിൾ എനർജീസ് ആയിട്ടുള്ള നമ്മുടെ സോളാർ, വിൻഡ് പവർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പവർ കൺസപ്ഷൻ ചെയ്യാനും പവർ ജനറേറ്റ് ചെയ്യാനും അത് ഉപയോഗിക്കാനായിട്ടും തുടങ്ങിയത് വഴി നമുക്ക് എന്തൊക്കെ പറ്റി? കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റി. അപ്പൊ നമ്മുടെ പോളിസീസും പ്ലാൻസും എല്ലാം എന്താണ് ശരിയാണെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ നമ്മുടെ അതുപോലെ തന്നെ ഗ്രോവിങ് എബിലിറ്റി ഓഫ് സോളാർ ആൻഡ് വിൻഡ് എനർജി ഒക്കെ എന്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1% പവർ സെക്ടർ എമിഷൻസിനെ കുറയ്ക്കാനായിട്ട്
പറ്റി. ദെൻ മറ്റ് എടുത്തു പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ സമ്മറിലെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഗുഡ് ആയിട്ടുള്ള മൺസൂണും തന്നെയാണ് ഈ ഒരു CO2 എമിഷൻ കുറയ്ക്കാനായിട്ട് കാരണമായിട്ട് പറയുന്നത്. അതായത് നമ്മുടെ സമ്മർ എന്ന് പറയുന്ന സമയത്ത് ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലാവുമ്പോൾ ഹീറ്റ് വേവ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നോർത്തിലൊക്കെ എന്താണ് ഹീറ്റ് വേവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഹീറ്റ് വേവ്സ് ഒക്കെ ആവുമ്പോൾ ചൂട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ എന്ത് ചെയ്യും, എയർ കണ്ടീഷണേഴ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ എയർ കണ്ടീഷണേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസും ഒക്കെ കൂടുതലായിരിക്കും. ആ സമയം ഈ പ്രാവശ്യത്തെ എന്താണ് ചൂട് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ AC ഉപയോഗമൊക്കെ കുറവായിരുന്നു. ദെൻ അങ്ങനെ നമുക്ക് CO2 എമിഷൻ കുറയ്ക്കാനായിട്ട് പറ്റി. ദെൻ താരതമ്യേന നല്ലൊരു മൺസൂൺ ആണ് കിട്ടിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ചൂട് കുറവായിരുന്നു, അങ്ങനെയും ആളുകൾ AC ഒന്നും ഉപയോഗിക്കാതിരിക്കുകയും അങ്ങനെ എന്താണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസും കുറയ്ക്കാനായിട്ട് പറ്റിയെന്നാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. ദെൻ നമ്മൾ ഇവിടെ എടുത്ത് പറയുന്നത് ഈ ഒരു കാര്യം എന്താണ്, ദെൻ ആക്സിലറേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് നമ്മൾ 25.1 ഗിഗാവാട്ട് ഓഫ് ക്ലീനർ ഇലക്ട്രിക് കപ്പാസിറ്റി നമ്മുടെ ഈ പറയുന്ന ഫസ്റ്റ് ഹാഫില് ജനുവരി ടു ജൂൺ വരെയുള്ള ഒരു ടൈമിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ നമ്മുടെ റിന്യൂവബിൾ എനർജി പ്രോഗ്രാംസ് ഒക്കെ സക്സസ്ഫുൾ ആണ്. ഇങ്ങനെ പോയാൽ മാത്രമാണ് എന്താണ് നമ്മുടെ നാഷണലി ഇന്റൻഡഡ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ നമ്മുടെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് വെച്ചിട്ടുള്ള എനർജി കപ്പാസിറ്റി പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ നോക്കാനായിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റത്തെ 3 ലീഡിങ് ആർട്ടിക്കിൾസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്പീഡിൽ പോകും. അല്ലാത്ത ന്യൂസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ന്യൂ ജിയോ തെർമൽ പോളിസി കൊണ്ടുവന്നിരിക്കുന്നു. ഇതും നമ്മുടെ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിലെ എനർജി റിലേറ്റഡ് ഭാഗമാണ്. GS3 പേപ്പറിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ജിയോ തെർമൽ എനർജി പോളിസി നമ്മൾ പുതിയത് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ന്യൂ നാഷണൽ പോളിസി ഓൺ ജിയോ തെർമൽ എനർജി സീക്ക് ടു ബിൽഡ് ഓൺ ഇൻട്രസ്റ്റ് ഫ്രം റിസർച്ച് ഫേംസ് ഇൻ ഐസ്ലാൻഡ്, നോർവേ അതുപോലെ തന്നെ ഉള്ള കൺട്രീസ്. ഐസ്ലാൻഡ്, നോർവേ ഒക്കെ എന്ന് പറയുന്ന കൺട്രീസ് ഈ ജിയോ തെർമൽ എനർജി വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസ് ആണ്. അപ്പൊ അവരുമായിട്ട് നമ്മളൊരു പോളിസി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ ജിയോ തെർമൽ എനർജി യൂസ് ചെയ്തിട്ട് നമ്മുടെ പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, നമ്മുടെ MNREയുടെ അണ്ടറിൽ തന്നെയാണ് ഈ കാര്യങ്ങളും പറയുന്നത്. അപ്പൊ നമ്മുടെ ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ അടിയില് കുറെ ലാവാസും ചൂടുള്ള റിസർവോയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ആ ചൂട് എടുക്കുക, അല്ലെങ്കിൽ ആ പറയുന്ന ആ ഒരു നീരാവിയും ആ ചൂടായിട്ടുള്ള ഹോട്ട് സ്പ്രിങ്ങുകളെയും റിസർവോയേഴ്സിനും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ജിയോ തെർമൽ എനർജി ട്രാപ്സ് ദ എർത്ത് ഹീറ്റ് ഫ്രം ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ഓൺ ദ സർഫസ് ഓർ റിസർവോയർ ഡീപ്പ് അണ്ടർഗ്രൗണ്ട് യൂസിങ് സ്റ്റീം ടു സ്പിൻ ടർബൈൻസ് ആൻഡ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഇതെന്താണ്? നല്ലൊരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ്. അതുപോലെ തന്നെ ഗ്രീൻ എനർജി ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. നമ്മുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രകാരം നമ്മൾ 381 ഹോട്ട് സ്പ്രിങ്ങുകളാണ് നമ്മുടെ മൊത്തത്തിൽ നാഷൻ വൈഡിലായിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ തന്നെ 89 ഡിഗ്രി സെൽഷ്യസിന് ഇൻ ബിറ്റ്വീൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ഒരു എസ്റ്റിമേറ്റഡ് ജിയോ തെർമൽ കപ്പാസിറ്റി ഇന്ത്യയുടെ എസ്റ്റിമേറ്റഡ് എന്ന് പറയുന്നത് 10.6 ഗിഗാവാട്ട് ആണ്. 10.6 ഗിഗാവാട്ട് എസ്റ്റിമേറ്റഡ് ജിയോ തെർമൽ എനർജി ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജിയോ തെർമൽ എനർജിയുടെ കീ പൊസിഷൻസ് എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻസ് ആണ്. ഹിമാലയൻ റീജിയൻസിലാണ് നമുക്ക് എന്താ ഉള്ളത്? ഹോട്ട് സ്പോട്ടുകൾ ഉള്ളത്. ദെൻ ആ ഒരു റീജിയൻ, അതായത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ലഡാക്ക്, അതുപോലെ തന്നെ ജമ്മു കാശ്മീർ, അരുണാചൽ പ്രദേശ്, അതുപോലെ തന്നെ കാംബെ ഗർബൻ ഇൻ ഗുജറാത്ത്, ഇതൊക്കെയാണ്. ദെൻ ആൻഡമാൻ നിക്കോബാറിലെ അബാൻഡൻഡ് ഓയിൽ വെൽസ്, ഈ കാര്യങ്ങളിലൊക്കെയാണ് എന്ത് നമുക്ക് ജിയോ തെർമൽ എനർജി അവൈലബിൾ ആയിട്ട് ഉള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് അതുപോലെ തന്നെ ലാസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ പാർട്ണർഷിപ്പിനെ കുറിച്ചുള്ളതാണ്. അതിനകത്ത് എന്താണ് അപ്ഗ്രേഡേഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു ന്യൂസ് ആണ്. നമ്മുടെ റഷ്യ ആയിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം യൂറോപ്യൻ യൂണിയന് ഇഷ്ടമില്ല. നമ്മൾ ആ ഒരു ഓയിൽ ഇതിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട്.
പക്ഷെ എന്നാലും നമ്മൾ എന്താണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. മെയിൻലി നമ്മുടെ ട്രേഡ്, അതുപോലെ തന്നെ ടെക്നോളജി, സെക്യൂരിറ്റി, ഡിഫൻസ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഈ പറയുന്ന ഏരിയാസിലാണ് നമ്മളുടെ പാർട്ണർഷിപ്പുകൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ അവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ എന്താണ് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ട്രേഡ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ചുകൂടെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഒരു ബിസിനസ് ഫോറം ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ദെൻ അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ടെക്നോളജി റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജീസ്, നമ്മുടെ എമർജിംഗ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക, അത് നല്ല രീതിയിൽ അതിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് വന്നു. അതുപോലെ തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ കൊണ്ടുവരുന്ന കണക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് കാര്യങ്ങൾ എന്താണ്, ഇന്ത്യ യൂറോപ്യൻ യൂണിയന്റെ ഒരു കോർപ്പറേഷൻ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് നമ്മുടെ റഡാസിനെ കുറിച്ചാണ്. നമ്മുടെ റഡാർ സിസ്റ്റത്തിനെ കുറിച്ച്, എങ്ങനെയാണ് റഡാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ റഡാസുകളാണ് ഉള്ളത്, ഏതൊക്കെ ടൈപ്സ് ആണ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എഡിറ്റോറിയൽ ആണ് നമ്മുടെ ജിനോസൈഡ് ഇൻ ഗാസ, അതിനെക്കുറിച്ച് നമ്മുടെ ഹിന്ദുവിന്റെ എഡിറ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സാർനാഥിനെ കുറിച്ചാണ്. നമ്മുടെ സാർനാഥിനെ യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോർത്ത് എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസിന്റെ ഡിപ്പ് വന്നിരിക്കുന്നു ഫ്രം പവർ പ്ലാന്റ് പ്രൊഡക്ഷനിൽ നിന്ന്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ ന്യൂ ജിയോ തെർമൽ പോളിസിനെ കുറിച്ചാണ്. നമ്മൾ ന്യൂ ജിയോ തെർമൽ പോളിസി ഡെവലപ്പ് ചെയ്യാണ്. ജിയോ തെർമൽ എനർജിയിൽ നിന്ന് നമുക്ക് എന്താണ് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, അതിനൊരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ അറ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് യൂറോപ്യൻ യൂണിയൻ അതുപോലെ തന്നെ ഇന്ത്യ ആയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന്റെ അപ്ഗ്രേഡേഷൻ കൊണ്ടുവരികയാണ്. ദെൻ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സസിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.